കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഗിരിദേവനും ഉണ്ണിമോളും കൂടെ കിഴക്കവാതിലിന്റെ അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ജയന്തിനെ മടിയിൽ വെച്ച് വെല്ലുവായി കിടന്ന് അലറി വിളിച്ചോണ്ടിരിക്കുകയാണ് ഭവാനിയമ്മ. കാരണം മകന്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതിയാവുള്ളൂ. ഉണ്ണിമോള് ഗിരിദേവനോട് പറഞ്ഞു, ഗിരിദേവ നമുക്ക് പോയി അമ്മേനെ രക്ഷിക്കാം, അമ്മേനെ മോനെ രക്ഷിക്കാന്ന് പറയണം. വേണ്ട, ഇപ്പോഴങ്ങോട്ട് പോകണ്ടെന്ന് പറയാം. അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞ്? ജയന്തൻ ചേട്ടനെ രക്ഷിക്കണ്ടേന്ന് ചോദിക്കുക. സമയമായിട്ടില്ല, ഇപ്പൊ ഉണ്ണിമോൾ ഇവിടെ നിൽക്കുക, ഒരത്ഭുതം ഉണ്ണിമോൾക്ക് കാണാന്ന് പറയാ. ഈ സമയത്ത് ബാബരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ഉണ്ണിമോൾക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. ഈ സമയം തന്റെ മോനെ രക്ഷിക്കാൻ ദൈവങ്ങൾ ആരും വരില്ല, തന്റെ മോന്റെ ജീവൻ അപകടത്തിലാന്ന് ഓർത്തേണ്ട അമ്മ നിലവിളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ അങ്ങോട്ട് വരുന്നുണ്ട്. ആരോ ഒരാൾ വരുന്നുണ്ടെന്ന് തോന്നേ. ഒരു ദിവസമായി ഇതിലൂടെ ഒരു മനുഷ്യന്മാര് പോലും വരുന്നില്ലായിരുന്നു. ആരാന്ന് ചെന്ന് നോക്കാം, സഹായം അഭ്യർത്ഥിക്കാം എന്ന് കരുതി അങ്ങോട്ട് ചെല്ലുവാടെ. അപ്പൊ കാളിദാസനായിരുന്നു ആ വന്നത്, ജയന്തന്റെ അച്ഛൻ. കാളിദാസനെ കണ്ടപ്പോ പെട്ടെന്ന് ഭവാനിയമ്മയ്ക്ക് മനസ്സിലായില്ല. ഭവാനിയമ്മ എന്ത് ചെയ്യണം, കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, അതെ എന്റെ മോനെ അപകടത്തിൽ പെട്ട് കിടക്കുക, അതെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണം, എന്റെ മോനെ രക്ഷിക്കണമെന്ന് പറയാം. ഭവാനിയമ്മനെ കണ്ടതും കാളിദാസന് മനസ്സിലായി. അല്ല ഭാനുമതി അല്ലേ നീന്ന് ചോദിക്കണം. അതെ ഞാൻ കാളിദാസനാന്ന് പറയാണ്. അല്ല നീ ഇവിടെ? അതൊക്കെ പിന്നീട് പറയാം, ഇപ്പൊ അതിനൊന്നും സമയമില്ല, പെട്ടെന്ന് വരാൻ പറയാണ്. അങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുവാണ് കാളിദാസനെ. പിന്നീട് ജയന്തനെ പതുക്കെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഈ സമയത്ത് ഉണ്ണിമോള് വെച്ചു, അത് ആരാ ഗിരിദേവ വന്നേന്ന് ചോദിക്കണം. അതാണ് കാളിദാസൻ, അതായത് ജയന്തന്റെ അച്ഛനാന്ന് പറയണം. ഞാൻ ഉണ്ണിമോളോട് പറഞ്ഞില്ലേ ഒരു അത്ഭുതം കാണിച്ചു തരാന്ന്. ഇപ്പൊ ഉണ്ണിമോൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുക. ഒരു നിമിഷം ഉണ്ണിമോള് ഞെട്ടിത്തരിച്ചു പോവാണ്. ഉണ്ണിമോൾക്ക് മനസ്സിലായി ഗിരിദേവൻ അങ്ങനെ പറഞ്ഞതിന് വ്യക്തമായിട്ടൊരു കാരണമുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്ന ദേവികമ്മയുടെ അടുത്ത് വിനോദും രാജീവനും ജയനും എല്ലാവരും ഉണ്ട്. ഈ സമയം രാജീവൻ പറഞ്ഞു, ദേവികമ്മയോട് പറഞ്ഞു, ഞാൻ അമ്മയോട് ക്ഷേത്രത്തിലേക്ക് വരാനല്ലേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ലോ. അമ്മയ്ക്ക് അവിടെ വന്നാൽ എന്താ കുഴപ്പം? ആചാരസ്ഥാനത്തിരിക്കുന്ന കാർത്തികൻ നമ്പേരുടെ അമ്മ. അപ്പം അവര് വന്നു കഴിയുമ്പത്തേന് അവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒന്നും മിണ്ടി പറഞ്ഞ് നിൽക്കാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ വേറൊന്നും അല്ലോ അമ്മയോട് ഞാൻ പറഞ്ഞെന്ന് പറയാം. ഈ സമയം വിനോദ് പറഞ്ഞു, നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി രാജീവ? അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മേനെ എല്ലാരും കളിയാക്കും, ആ ഒരു വിഷമത്തിലിരിക്കുവല്ലേ അമ്മയെന്ന് ചോദിക്കുക. ഇതങ്ങോട്ടും മിനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മിനി പറഞ്ഞു, അല്ലെങ്കിൽ നാഴേക്ക് 40 തൊട്ട് അമ്മ ക്ഷേത്രത്തിലേക്ക് ഓടുന്നാണല്ലോ, ഇപ്പൊ എന്ന് പറ്റി അമ്മ പോകാത്തെ? ഓ നാണക്കേട് ഓർത്തിട്ടായിരിക്കില്ലേ? ഇനി എന്തിനു മാത്രം എന്താ നാണം കെടാതിരിക്കുന്നേ? ആചാരസ്ഥാനം ഒന്ന് കൊടുത്തെന്ന് ഓർത്ത് അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല. അതും രാജീവിന് വേണ്ടിയിട്ടല്ലേ, രാജീവിനൊരു നല്ല കാലം സംഭവിക്കാൻ പോകുന്നതിന് വേണ്ടി അല്ലേന്ന് ചോദിക്കുക. ദേവികൻ പറഞ്ഞു, അതുകൊണ്ടൊന്നും അല്ല ഞാൻ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞ് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ണിമോള്. കാരണം ഉണ്ണിമോള് പോയിട്ട് ഇതിനായിട്ടും വന്നിട്ടില്ല. അതിനർത്ഥം എന്താ, ഉണ്ണിമോൾക്ക് ആ സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയിട്ടില്ലെന്നാ. ആ സ്വർണം കിട്ടി ഉണ്ണിമോള് പെട്ടെന്ന് തിരിച്ചു വരണം. ഇനിയിപ്പോ ഉണ്ണിമോൾക്ക് ആ സ്വർണം കിട്ടിയില്ലെങ്കിൽ ഞാൻ അയ്യപ്പസ്വാമിയുടെ അരിയിലേക്ക് വരത്തില്ലെന്ന് ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. അയ്യപ്പസ്വാമിയുടെ മുഖം എനിക്ക് കാണണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പോവാത്തെ, അല്ലാതെ വേറൊരു കാരണം കൊണ്ടല്ലാന്ന് പറയാം. രാജീവൻ പറഞ്ഞു, അങ്ങനെയാണോ? ഒരു കാര്യം ചെയ്യുക, അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്കൊരു നല്ല കാലം വരട്ടെ എന്ന് ഓർത്തോണ്ട് ഞാൻ പറഞ്ഞ, എത്ര കാലം എന്ന് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ജീവിക്കുന്നത്. അമ്മയ്ക്ക് എന്നെ സാധിക്കില്ലെങ്കിൽ അമ്മ ഇനിയിപ്പം കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് രാജീവൻ അങ്ങോട്ട് ദേഷ്യപ്പെട്ടു പോവാണ്. ജയൻ പറഞ്ഞു, കണ്ടില്ല രാജീവൻ പോയത്? അമ്മ എന്താ അമ്മ ഇങ്ങനെ തുടങ്ങണേ? അവനൊരു നല്ല ജീവിതം കിട്ടണ്ടേ? അതോ ഇനിയിപ്പം അമ്പലത്തിൽ ഉത്സവം നടത്തി കഴിഞ്ഞാലോ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന അമ്മയ്ക്കൊരു ചിന്തയുണ്ട്. അതുകൊണ്ടാണോ? അതോ ഇനിയിപ്പം നാട്ടുകാരുടെ കളിയാക്കലുകളാണോ? രാജീവിന്റെ ജീവിതമാണ് അമ്മയ്ക്ക് പ്രധാനം. എന്താന്ന് വെച്ചാൽ അമ്മ തീരുമാനിച്ചു, ഞാൻ പറയാനുള്ള പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എഴുന്നേക്കുവാണ്. ഈ സമയം ദേവികമ്മ വിനോദനോട് പറഞ്ഞു, മോനെ എന്റെ കയ്യിൽ നിന്ന് പിടിക്കാൻ വേണം. എന്താ? ഞാൻ പോയേക്കാം, ഇനിയിപ്പം ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയേക്കാം. ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകണ്ട. രാജീവിന് നല്ലൊരു ജീവിതം കിട്ടുമെങ്കിൽ വെറുതെ എന്തിനാ ഞാനായിട്ട് ആ ജീവിതം ഇല്ലാതാക്കുന്നേ? ഞാനായിട്ട് ഒന്നിനും ഒരു തടസ്സം പറയുന്നില്ല എന്ന് പറയാം. പിന്നീട് ദേവികമ്മ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ്. അപ്പൊ കാർത്തികൻ നമ്പേരും അവരുടെ അമ്മയും ഭാര്യയൊക്കെ ഉണ്ട് അവിടെ നിൽപ്പ്. അങ്ങനെ കാർത്തികൻ നമ്പേര് തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിനകത്തേക്ക് ഒരു കോള് വരികയാണ്. കാർത്തികൻ നമ്പേര് അങ്ങോട്ട് കോള് പിടിച്ചിട്ട് അങ്ങോട്ട് മാറിപ്പോവാ. ഈ സമയം അവരുടെ ഭാര്യ രാജി ഇത് കണ്ടു. എന്താ പോലും ഇത് കാര്യമായിട്ട് എന്താ പ്രശ്നം ഉണ്ടല്ലോ എന്ന് തോന്നലോ. പെട്ടെന്ന് രാജി അങ്ങോട്ട് ചെന്നു. എന്താന്ന് ചോദിക്കണേ? ഒന്നുമില്ലാന്ന് പറഞ്ഞു. ആണോ, എന്നാ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ് രാജിക്ക് നേരെ ഫോൺ വെച്ച് കിട്ടുക. രാജി പിന്നെ സംസാരിക്കുക, അവരെ മാറി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് തിരുമേനി അങ്ങോട്ട് വരുന്നത്. തിരുമേനി ഒന്ന് പറഞ്ഞു, അതെ ആചാരസ്ഥാനത്തിരിക്കുന്നവര്, അതെ കാർത്തികൻ അമ്മയുടെ അമ്മയോടെ പറഞ്ഞ് ഭാനുമതിയമ്മയോടെ പറഞ്ഞ് ആചാരസ്ഥാനത്തിരിക്കുന്നവര് ഇവിടെ അഷ്ടദിക്പാലരുടെ അനുമതി മേടിക്കേണ്ടതുണ്ട് ഈ ഉത്സവം നടത്താനായിട്ട്. കാരണം ഇന്ന് തൊട്ട് ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ അവര് ചോദിച്ചു, അല്ല അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? അതെങ്ങനെയാ ചോദിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലോ, എങ്ങനെയാ തിരുമേനി പറഞ്ഞു തന്നാൽ മതി, ഞാൻ ചോദിക്കാന്ന് പറയാം. അതിന് ഈ ക്ഷേത്രത്തിന് ചുറ്റും 8 ദിക്കുകളില്
നിവേദ്യം കൊണ്ട് സമർപ്പിക്കണമെന്ന് പറയാണ്. ഇത് കേട്ടാൽ പറഞ്ഞു അന്നാ ശരി അങ്ങനെ ചെയ്യാം, പക്ഷെ കാര്യമുണ്ട്, അത് സമർപ്പിച്ച ഉടനെ അത് നീക്കം ചെയ്യുകയും ചെയ്യണമെന്ന് പറയാം. അത് അധിക സമയം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലെന്ന് പറയാം. അല്ല കഴകക്കാരി എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് ഊരായ്മക്കാരനോട്. അല്ല കഴകക്കാരി അവരുടെ കൊച്ചുമോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കുവാന്നാണ്. അപ്പൊ ഇനി ആര് ചെയ്യും? കാരണം ആ പ്രസാദം അപ്പൊ തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതാ. ഇത് കേട്ടപ്പോ രാജീവൻ പറഞ്ഞു അതിനെന്താ, അമ്മ ഉണ്ടല്ലോ എന്ന് പറയണ, ആ ചൂലും അടിച്ചുവാരിയും കൂടി ഇങ്ങ് എടുത്തു തന്നേരെ, അമ്മ ചെയ്തോളെന്ന് പറയാം. ഒരു നിമിഷം ദേവകിയമ്മ ഇങ്ങനെ നോക്കുവാണ് രാജീവിനെ. വിനോദിനും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറഞ്ഞു നോക്കെ. വിനോദ് ഇങ്ങനെ നോക്കി, പക്ഷെ ദേവകിയമ്മയ്ക്കൊന്നും പറയാൻ പറ്റില്ലോ. എന്നാ പിടിച്ചോമയെന്ന് പറഞ്ഞുകൊണ്ട് ആ ചൂലും അടിച്ചുവാരിയും കൂടെ അമ്മയുടെയിലേക്ക് കൊടുക്കുവാണ്. ദേവയമ്മ മുഖത്ത് വല്ലാത്തൊരു സങ്കടമൊക്കെ വന്നു. പക്ഷെ ദേവയമ്മ അതൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നീട് തിരുമേനിയുടെ പുറകെ അങ്ങോട്ട് പോവാണ്. തിരുമേനിയുടെ കാർത്തിക നമ്പ്യാരുടെ അമ്മയുടെ പുറകെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവര് കാർത്തിക നമ്പ്യാരുടെ അമ്മ പോയിട്ട് പ്രസാദമൊക്കെ ഓരോ ദിക്കിലും വെക്കുവാണ്. അതെല്ലാം ദേവയമ്മ പതുക്കെ കുനിഞ്ഞു നിന്ന് അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കുവാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദേവയമ്മയുടെ നടുവൊക്കെ ഇങ്ങനെ കുനിഞ്ഞു നൂർന്ന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ദേവയമ്മ അതൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരുമേനി വന്നിട്ട് പറഞ്ഞു എനിക്കറിയാം ദേവകിയമ്മയുടെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത്, സങ്കടം ഉണ്ടില്ലേന്നല്ലേ. ഏയ് അതൊന്നും കുഴപ്പമില്ല തിരുമേനി, അതെനിക്കൊന്നും പ്രശ്നമില്ലെന്ന് പറയാം. എന്ത് ചെയ്യാൻ പറ്റും, അവസ്ഥ ഇതായി പോയില്ലേ, അന്നും വിഷമിക്കണ്ട. അയ്യപ്പസ്വാമിയുടെ ഓരോ ഇതായിരിക്കും, എന്ത് തന്നെയാണ് നല്ലത് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേന്ന് ചോദിക്കുവാണ്. ദേവികം പറഞ്ഞു ശരിയാ, എനിക്കിതൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് പണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ വന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, ഇതെല്ലാം നല്ലതിനെ വേണ്ടിയെന്ന് കരുതാനായിട്ടാ എനിക്കിഷ്ടമെന്ന് പറയണം. പിന്നീട് കാണിക്കുന്ന ജയന്തൻ ഇങ്ങനെ കിടക്കുവാണ്. ജയന്തൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കണ്ണു തുറന്നിട്ടില്ല. നെറ്റിയിലൊരു തുണിയൊക്കെ നനച്ചിട്ടുണ്ട്. ജയന്തന്റെ അരികില് കാളിദാസനും ഉണ്ട്, ഭവാനിയമ്മയുണ്ട്, രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് കല്ലു നേരെ അങ്ങോട്ട് ചെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം കിഴക്കേവാതിലിന്റെ അവിടെ സുന്ദരിയുടെ അരിയിലേക്ക് ജയന്തൻ അവിടെ എങ്ങനെ ഉണ്ടോന്ന്. അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ജയന്തനെ കണ്ടില്ല. അപ്പൊ കല്ലൂര് മനസ്സിലായി ജയന്തനും പോയിരിക്കുന്നു, ജയന്തന്റെ ജീവനും കൊണ്ടുപോയിരിക്കുന്നു. ഇനി ഒരിക്കലും ജയന്തൻ തിരികെ വരില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഈ സമയം ജയന്തന്റെ അരികിൽ നിന്ന് വല്ലാത്തൊരു അവസ്ഥയില് ഭവാനി അമ്മയും ജയന്തന്റെ അച്ഛനും കാളിദാസനും നിൽക്കുവാണ്. എന്നാലും എന്റെ മോന് ഈ അവസ്ഥ വന്നല്ലോ എന്ന് പറയാം. ഈ സമയം ഭവാനിയമ്മ പറഞ്ഞു സാരമില്ല, അവൻ കുറച്ച് കഴിയുമ്പോഴത്തേനും കണ്ടു തുറക്കുമായിരിക്കും എന്ന് പറയാം. കാളിദാസൻ പറഞ്ഞു എന്നാലും എനിക്ക് ഈ ഗതി വന്നല്ലോ, അവന് ആ രാമനാഥൻ കാരണം എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്ന് പറയാം. കാരണം ഭവാനിയമ്മയുടെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യമൊക്കെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന്. അതുകൊണ്ടാ ഇത്രയും കാലം നഷ്ടപ്പെട്ടു പോയില്ലേ. നിനക്കും നമ്മുടെ മകനും കൂടെ അവളുടെ സ്നേഹം തരാനോ അല്ലെങ്കിൽ അവനെ നല്ല നിലയിൽ എത്തിക്കാനോ എനിക്ക് സാധിച്ചില്ല. എല്ലാം എൻ്റെ കുറ്റമാണെന്ന് പറയാം. അങ്ങനെ മകന്റെ അടുത്തിരുന്ന് കരഞ്ഞ് നിലവിളിച്ചിരിക്കുവാണ് ജയന്തനും ഭവാനിയമ്മയും. ഈ സമയത്ത് പുറത്ത് ഉണ്ണിമോള് വന്നു. ഗിരിദേവനും ബാബുവും കൂടെ ഉണ്ടായിരുന്നു. ഉണ്ണിമോൾക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. ഉണ്ണിമോള് പറഞ്ഞു പാവം ജയന്തൻ ചേട്ടനകത്ത് എത്രമാത്രം വിഷമമാണെന്ന് നോക്കി അദ്ദേഹത്തിന്. മകന്റെ ഈ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. ഗിരിദേവൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഉണ്ണിമോളെ, എല്ലാം ഒരു നിമിത്തമാണെന്ന് മാത്രം കൂട്ടിയാൽ മതി എന്ന് പറയാം. ഈ സമയം ഉണ്ണിമോളി ചോദിച്ചു അല്ല ഗിരിദേവൻ ഇതൊക്കെ നേരത്തെ അറിയായിരുന്നോ? ഒരു പക്ഷെങ്കില് ജയന്തൻ ചേട്ടൻ അച്ഛൻ അങ്ങോട്ട് വരുമെന്നൊക്കെ, അതുകൊണ്ടാണോ എന്നെ അങ്ങോട്ട് വിടാതിരുന്നേന്ന് ചോദിക്കണം. ബാബരി പറഞ്ഞു ഉണ്ണിമോൾക്ക് എന്താ മനസ്സിലായത്? അല്ല എനിക്ക് അങ്ങനെ തോന്നി, ഗിരിദേവൻ അങ്ങോട്ട് എന്നെ വിടാതിരുന്നതിന്റെ പ്രധാന കാരണം അതായിരിക്കുമെന്ന്. ഈ സമയം ബാബരി പറഞ്ഞു അത് തന്നെയാന്ന് പറയണം. അല്ല ഗിരിദേവൻ എങ്ങനെ ഇതൊക്കെ മുൻകൂർ അറിയുന്നേ, ഇത് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നേന്ന് ചോദിക്കുക. ഗിരിദേവൻ പറഞ്ഞു അതൊക്കെ എനിക്കറിയാന്ന് പറയാണ്. പക്ഷെ ഉണ്ണിമോൾക്ക് പിന്നെ സംശയങ്ങളൊക്കെ തീരുന്നുണ്ടായിരുന്നില്ല. അല്ല ഈ സമയം ഗിരിദേവൻ പറഞ്ഞു ആ കാളിദാസൻ എന്ന് പറയുന്ന ആ അച്ഛന്റെ കൈ ഇങ്ങനെ ആക്കിയത് ആരാന്ന് ഉണ്ണിമോൾക്ക് അറിയാവുന്ന ചോദിക്കുക. ഇല്ല ആരാന്ന് അറിയത്തില്ല, അതാണ് രാമനാഥൻ എന്ന് പറയാം. രാമനാഥൻ അതാരാ? പെട്ടെന്ന് ഉണ്ണിമോട് പറഞ്ഞു അന്നോട് വേറെ ശില്പി വന്നിട്ടില്ലായിരുന്നോ? ഓ മനസ്സിലായി, ആ മാമനാണ് ഈ പരിപാടി ചെയ്തതെന്ന് ചോദിക്കണം. അതെ അയാള് തന്നെ ചെയ്തതെന്ന് പറയാം. എന്നാലും അയാൾ കൂട്ടുകാരനായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ എന്ന് പറയാം. ഇത് കേട്ടതും ബാബരി പറഞ്ഞു അയാളെ കൂട്ടുകാരനൊന്നും വിളിക്കാൻ പറ്റില്ല, ദുഷ്ടനായ അയാള്, അതുകൊണ്ടല്ലേ അയാൾ ഇങ്ങനെ ഒരു ക്രൂരമായ പ്രവൃത്തി ചെയ്തതെന്ന് ചോദിക്കുക. എന്നാലും ആ മാമൻ എങ്ങനെ ഈ അച്ഛനോട് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നു പറയാം. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല ഉണ്ണിമോളെന്ന് പറയാണ്. ഉണ്ണിമോൾക്ക് അതിന് വലിയ അർത്ഥങ്ങളൊന്നും മനസ്സിലായില്ല, കാരണം കുഞ്ഞു മനസ്സിലായി. പക്ഷെ എന്തെങ്കിലും ഗിരിദേവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ണിമോൾക്ക് മനസ്സിലാവും. പിന്നീട് ഉണ്ണിമോള് ചോദിച്ചു അല്ലേ ഗിരിദേവ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ ഒരു സംശയം എന്ന് പറയണ. ഇത് കേട്ടപ്പോൾ അവര് പറഞ്ഞു അല്ലെങ്കിലും ഉണ്ണിമോൾക്ക് ഈയിടെയായിട്ട് ഭയങ്കര സംശയങ്ങളാണല്ലോ എന്ന് പറയാ. ഗിരിദേവൻ പറഞ്ഞു സംശയങ്ങൾ ചോദിച്ചോട്ടെ, സംശയങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾക്ക് അറിവുണ്ടാകുന്നതെന്ന് പറയാം. അല്ല ഉണ്ണിമോളുടെ സംശയം എന്താ? അല്ല രാമനാഥൻ ആ മാമന് ആ കാളിദാസൻ എന്ന് പറയുന്ന ജയന്തഞ്ഞാണ്ട് അച്ഛന്റെ വലതുകൈ തല്ലി ഒടിച്ചു. പക്ഷേങ്കിൽ എന്തുകൊണ്ട് ആ മാമൻ തിരികെ വീട്ടിലേക്ക് വരാത്തെ?
ജയന്തൻ ചേട്ടൻ്റെ അരിയിലേക്ക് ജയന്തൻ ചേട്ടൻ്റെ അച്ഛൻ എന്തുകൊണ്ടാ തിരികെ വരാത്തെ, കൈ പോയെന്ന് കരുതിയിട്ട് വീട്ടിലേക്ക് വരാതിരിക്കേണ്ട ആവശ്യമില്ലോ എന്ന് പറയണം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അല്ല, ഓരോ മനുഷ്യനും എങ്ങനെയാണ് ജനിക്കുന്നത് ഉണ്ണിമോൾക്ക് അറിയാവോ? കാരണം അമ്മയുടെ വയറ്റിൽ നിന്നാ വരുന്നതെന്ന് ഉണ്ണിമോൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയണം. അതുപോലെ തന്നെയാണ് ഓരോ കലാകാരനും ജനിക്കുന്ന അവരുടെ കഴിവുകൾ പുറത്തു വന്നു കഴിയുമ്പോഴാണ് ദൈവം അവർക്ക് കുറേ കഴിവുകൾ കൊടുക്കും. പക്ഷേങ്കിൽ അതൊക്കെ കഠിന പ്രയത്നത്തിലൂടെ വേണം അവർ വീണ്ടും അതൊന്നുകൂടെ ഒന്ന് പരിപോഷിപ്പിച്ചു കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ജയന്തന് നല്ല കഴിവ് ദൈവം കൊടുത്തു. ജയന്തൻ വീണ്ടും വീണ്ടും ആ കഴിവുകൾ വെച്ച് തന്റെ പ്രയത്നം കൊണ്ട് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. അവസാനം കൈ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് താങ്ങാനായിട്ട് സാധിക്കുമായിരുന്ന കാര്യമായിരുന്നില്ല. കാരണം അദ്ദേഹത്തെ എല്ലാവരും കൂടെ പ്രശംസിച്ചിരുന്നു. അദ്ദേഹം വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ അദ്ദേഹത്തിന് ഇത്രയും നല്ല കഴിവുണ്ടായതുകൊണ്ട് മാത്രമായിരിക്കാം ജയന്തൻ ചേട്ടന്റെ ഭാര്യയല്ല, ജയന്തൻ ചേട്ടന്റെ അമ്മ പോലും അദ്ദേഹത്തിന് വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായത്. പക്ഷെ ഗിരിദേവ എന്നും വെച്ചോണ്ട് ജയന്തൻ ചേട്ടന്റെ അച്ഛൻ ഇങ്ങോട്ട് വരാതിരിക്കേണ്ട ആവശ്യമില്ലോ. അതിന് കാരണം എന്താന്ന് ചോദിക്കുകയാണ്. കൈ പോയാലും അദ്ദേഹത്തിന് മാനസികമായിട്ട് പല ബുദ്ധിമുട്ടുകളുണ്ടായി. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു പറയാം. അതെന്താ ഗിരിദേവ അങ്ങനെ, അതെന്താന്നാ ഞാൻ ചോദിച്ചതെന്ന് പറയാം. ഈ സമയം ഗിരിദേവൻ ഉണ്ണിമോളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ. അപ്പൊ എന്ത് കാരണത്താലാണ് ജയന്തൻ ഇങ്ങോട്ട് വരാൻ പറ്റാത്തതെന്ന് അറിയത്തില്ല. അപ്പൊ ആ വിശേഷങ്ങൾ എന്താന്ന് വൈകുന്നേരത്തെ പ്രമോ വിശേഷം വരുമ്പോൾ ഞാൻ പറയാട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.